പാകിസ്ഥാന്റെ ഒരു ഗതികേട് നോക്കണേ. ആണുങ്ങളെ അയച്ചാൽ ഇന്ത്യൻ ആർമി പഞ്ഞിക്കിടുമെന്ന് ഉറപ്പായപ്പോൾ പാക് ഭീകരർ ഒടുവിൽ ഭീരുക്കളെ പോലെ പെണ്ണുങ്ങളെ മുന്നിലിറക്കി കളിക്കുകയാണ്. അതിർത്തിയിൽ ഇനി വരാൻ പോകുന്നത് വെറും യുദ്ധമല്ല, പാകിസ്ഥാന്റെ പുതിയ ചതിപ്രയോഗമാണ്. സംഭവം നിസ്സാരമല്ല. കൊടും ഭീകരരായ മസൂദ് അസറും ഹാഫിസ് സയ്യിദും പുതിയൊരു പണിയൊപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തുൽ മുഅമിനാത്ത്, ത്വയ്യിബാത്ത് കേൾക്കുമ്പോൾ ഇസ്ലാമിക മതപഠന കേന്ദ്രങ്ങളാണെന്ന് തോന്നും. പക്ഷേ സംഗതി അതല്ല. ഉന്നത വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഹ്യൂമൻ ബോംബുകളാക്കി മാറ്റുന്ന ഫാക്ടറികളാണ് ഇവ. പഠിച്ച പെണ്ണുങ്ങളെ നോക്കിപ്പിടിച്ച് തലയിൽ വർഗീയ വിഷം നിറയ്ക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. എന്തിനാണ് പെട്ടെന്ന് ഈ ഒരു പെൺപട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം സിമ്പിളാണ്. താടിയും തലപ്പാവുമായി ആണുങ്ങൾ വന്നാൽ നമ്മുടെ ജവാന്മാർ അപ്പടി പൊക്കും. എന്നാൽ സ്ത്രീകളാകുമ്പോൾ പർദ്ദ ഇട്ടാൽ ആരും സംശയിക്കില്ലല്ലോ. തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും നുഴഞ്ഞു കയറാൻ ഇതിലും നല്ല മാർഗമില്ലെന്ന് പാക് ഭീകരർക്കറിയാം. കുടുംബങ്ങളെ ഒന്നാകെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന ഐസിസ് മോഡലാണ് ഇവർ പരീക്ഷിക്കുന്നത്. അതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പയറ്റുന്നത്. ഒരാളെ റിക്രൂട്ട് ചെയ്താൽ അയാളുടെ കുടുംബത്തിനെ മൊത്തത്തിൽ തീവ്രവാദികളാക്കി മാറ്റും. പാകിസ്ഥാൻ ഒന്ന് ഓർക്കുക, വേഷം മാറി വന്നാലും പെണ്ണുങ്ങളെ മറയാക്കി വന്നാലും ഈ വേലയൊന്നും 2026 ഇന്ത്യയോട് ചെലവാകില്ല. നിങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ ഇവിടെ ആളുണ്ട്. ഭാരതത്തിന്റെ മണ്ണിൽ തൊട്ടാൽ മറുപടി എന്നത് വല്ലാത്തൊരു ഏർപ്പാടായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ